നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മൊത്തത്തിൽ അന്തരീക്ഷം ശോകമൂകമാണല്ലോ. മനസ്സിലായില്ല. അല്ല, സ്വന്തമെന്നും സ്വന്തമാക്കിയതെന്നും കരുതുന്നതൊക്കെ കൈവിട്ട് പോകുമ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. അതെനിക്ക് ഊഹിക്കാനാവും. നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. എങ്കിൽ മറുപടി തരാം. അല്ല, കള്ളക്കാമുകിനെന്ന് പുഞ്ചിക്കൊഴയുന്ന കണ്ടു ആ സിദ്ധാർത്ഥനോട്. അല്ല, അതൊന്നും കാണാനുള്ള ത്രാണിയില്ലാത്തോണ്ടാവും അങ്ങ് മുറിയിൽ കയറി വാതിലടച്ച് ജപത്തിലിരിക്കുന്നതല്ലേ. നിനക്ക് ഭ്രാന്ത. ദേവിക ആരോട് മിണ്ടിയാൽ എനിക്കെന്താ? സ്വന്തമായി വ്യക്തിത്വമുള്ള കുട്ടിയാണ് ദേവിക. സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവകാശമുള്ളവൾ. ഓ, അങ്ങനെ. പക്ഷേ ഈ പറച്ചിലിൽ പോലും ഒരു തേങ്ങലുണ്ടല്ലോ. യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അയ്യോ, ഞാനങ്ങ് നിർത്തിയേക്കാമേ. ഇപ്പൊ എനിക്ക് ഒരു സംശയം കൂടി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മടുത്തപ്പോ പ്രിയപ്പെട്ടവളെ നൈസായിട്ട് ഒഴിവാക്കുകയാണോന്ന്. അല്ല, നിങ്ങൾ സമർത്ഥനായതുകൊണ്ട് ചോദിച്ചതാണ്. ചായം പൂശി മിനുക്കി വെച്ചിരിക്കുന്ന മോന്തയ്ക്ക് 5 വിരല് പതിപ്പിച്ച ഇതിന് മറുപടി തരേണ്ടത്. ഇവിടെ വെച്ചായതുകൊണ്ട് ആ അടി ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുക. ബന്ധങ്ങളെ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ യൂസ് ആൻഡ് ത്രോ മോഡിൽ കാണുന്നവർക്ക് അങ്ങനെ തോന്നും. അല്ലാതെ കാര്യം പറയുമ്പോ ഇനഫ് ഇനഫ്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാനാണെങ്കിൽ ഇവിടെ നഴ്സുമാരെന്തിനാ? ഞാൻ തന്നെ എല്ലാ പണിയും ചെയ്താ പോരെ? ഇനിയെങ്കിലും നോക്കി ചെയ്. വിശാലോ? ഹലോ വിശാൽ സർ, നമസ്കാരം. നമസ്കാരവും കൂപ്പുകയൊക്കെ കയ്യിലിരുന്നോട്ടെ. പോയത് 30 കോടിയുടെ കരാറാ, അടുത്ത 3 വർഷത്തേക്കുള്ളത്. വാട്ട്? എന്ത് സംഭവിച്ചു സർ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. 2 മരുന്ന് കമ്പനിയായുള്ള കരാർ അക്ഷര ഹോസ്പിറ്റൽ റദ്ദാക്കി. അവര് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. ഒറ്റയടിക്ക് മൂക്കും കുത്തി വീണത് 30 കോടി രൂപ. ആരാണ് സാർ ഈ ചതി ചെയ്തത്? ചെയ്തത് ദേവിക. അവളുടെ മെയിലിനടിയിൽ ഒപ്പുവെച്ചത് ഡോക്ടർ നിരഞ്ജനും ജയശങ്കറും. നിങ്ങളും അക്ഷരയൊക്കെ എന്തിനാ അവിടെ? ആ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് കെട്ടിത്തൂങ്ങി ചത്തൂടെ? 3 വർഷം കൊണ്ട് കിട്ടേണ്ടിരുന്ന കമ്മീഷൻ മാത്രം 9 കോടി നിങ്ങൾക്കും കിട്ടുമായിരുന്നില്ലേ? അതിൽ നിന്നും കുറച്ച് ചെറിയ ചെറിയ എല്ലിൻ കഷ്ണങ്ങൾ അതും പോയി. പണി അറിയത്തില്ലെങ്കിലേ, പണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യണം മാഡം. തോൽക്കുന്ന സൈന്യത്തിന്റെ കമാൻഡറെക്കാളും വിശാലിനിഷ്ടം ജയിക്കുന്ന സൈന്യത്തിന്റെ കാലൾ പടയാ. നഷ്ടം കോടികൾ കോടികൾ. പക്ഷെ ഇതെങ്ങനെ അക്ഷരം എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും? പക്ഷെ പറയണമല്ലോ, ഇതോടുകൂടി ദേവികയെ പൂട്ടണം. അത് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നാ എന്റെ ഒരു അഭിപ്രായം. അത് അല്പം കൂടി ഞാൻ പിന്നെ വിളിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സുനിതേ? ഇവിടെ ദേവിക എന്ന് പറയുന്ന ആ ഇത്തിൽ കണ്ണിക്കാണ് മാഡത്തെക്കാൾ അധികാരവും സ്ഥാനമെങ്കിൽ ഞാൻ ഇട്ടെറിഞ്ഞു പോവുകയാണ്. ഇതാ കാര്യം പറയ സുനിതേ. 3 or 4 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിട്ടുള്ള കരാറുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതെ, അക്ഷര ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ അറിയാതെ കമ്പനികളുടെ കരാറുകൾ റദ്ദാക്കി. എന്തൊരു നാണക്കേടാണ് മാഡം. മാഡത്തിന് ഇനി ആ കമ്പനികളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനാവുമോ? ആര് ക്യാൻസൽ ചെയ്തെന്നാ? അക്ഷര ഹോസ്പിറ്റലിന്റെ പുതിയ ഭരണാധികാരി, അക്ഷര ഹോസ്പിറ്റലിന്റെ അനന്തരാവകാശി ദേവിക. മാഡത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ അവൾ പറന്നു വെട്ടി. സുനിത വാ, അവളുടെ കരണടിച്ച് പുകയ്ക്ക് ഞാൻ. ഇന്നത്തെ കൊണ്ട് 2-1 തീരുമാനിക്കും.
കളിച്ച് കളിച്ച് നീ മുറത്തിക്കറി കൊത്തു അല്ലേടി. എനിക്ക് മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുട്ടി. പറഞ്ഞു കൊടുക്കും മേഡം അങ്ങോട്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ മറുപടി പറയാൻ പറ്റൂ. ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കരാറൊക്കെ നീ റദ്ദാക്കിയെന്ന് കേട്ടല്ലോ. നീ ആരടി അതൊക്കെ ചെയ്യാൻ? നീ എന്റെ തലയ്ക്ക് മുകളിൽ കയറി കളിക്കുന്നോ? തലയിരിക്കുമ്പോ വാലിൽ പൊങ്ങിച്ചാടി കുതിക്കുകയാണ് അവള്. അല്ല, സപ്പോർട്ടിന് ആള് കാണുമല്ലോ. ഡോക്ടർ സുനിതയോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അതില്ലാതാക്കാൻ നിങ്ങൾ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കരാറും ഞാനായിട്ട് റദ്ദ് ചെയ്തിട്ടില്ല. ജയശങ്കർ സാറും നിരഞ്ജൻ ഡോക്ടറും പറഞ്ഞത് ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ. ഒരു നിരഞ്ജൻ ഡോക്ടർ നീ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിനു മുൻപ് നീ എന്നോട് ചോദിക്കണം. തൊഴുത് പിടിച്ച് നാണ്ടു വളച്ചു നിന്ന് ചോദിക്കണം, മാഡം ഞാനിത് ചെയ്തോട്ടെ എന്ന്. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? എന്നെ ഇവിടെ നിയമിച്ചത് ജയശങ്കർ സാറും നിരഞ്ജൻ ഡോക്ടറുമാണ്. കണ്ടില്ലേ അഹങ്കാരം? അപ്പൊ ഈ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർക്ക് യാതൊരു പവറും ഇല്ല ഇവളുടെ മുന്നിൽ. അതൊന്നും എനിക്കറിയില്ല. അക്കാര്യം അക്ഷര മാഡം സ്വന്തം ഡാഡിയോട് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓ, നൈസായിട്ട് അങ്ങ് അച്ഛനെ വിളിച്ചു മാഡം. ഓടിച്ച് തീർക്കുന്നില്ല ഞാൻ. അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും മാഡം. എന്താടി നീ പറഞ്ഞത്? അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന്. അന്ന് ശ്രുതിമോളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന എന്നെ കുറച്ച് നോട്ട് കെട്ടുകൾ മുഖത്ത് വലിച്ചെറിഞ്ഞ് ആട്ടി ഇറക്കി വിട്ടു. അന്ന് ആ നോട്ടുകളെല്ലാം എടുത്ത് മാഡത്തിന്റെ കയ്യിൽ തന്നിട്ടാ ഞാൻ ഇറങ്ങിപ്പോയത്. അന്ന് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ജയശങ്കർ സാറും നിരഞ്ജൻ ഡോക്ടറും പറഞ്ഞ അവര് ഡ്രാഫ്റ്റ് ചെയ്ത മെയിലുകൾ ഞാൻ അയച്ചു. അവര് തന്ന മെയിൽ ഐഡികളിലേക്ക്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ എന്താ ഇവിടെ? എന്താ ദേവിക പ്രോബ്ലം? ഓ, ദേവികയ്ക്ക് പ്രശ്നം വന്നപ്പോ പറന്നെത്തിയല്ലോ. ആരോട് ചോദിച്ചിട്ടാ ഇവള് മരുന്ന് കമ്പനികളുടെ കരാർ റദ്ദ് ചെയ്തത്? എനിക്കത് അറിയണം. അത് ഞാൻ പറഞ്ഞിട്ടാ. ഇതെന്റെ ഹോസ്പിറ്റലാ. ഇവിടെ കിട്ടുന്ന ശമ്പളം കൂടാതെ കമ്മീഷനും കൈക്കൂലിയും വാങ്ങിച്ച് തിന്നു കൊഴുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. വേണ്ടാത്തത് വേണ്ടെന്ന് വെക്കും. അത് കമ്പനികൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും വ്യക്തിബന്ധമാണെങ്കിലും അതിന്റെ പേരിൽ ആരും കൂടുതൽ വിളറി പിടിക്കണ്ട. തൽക്കാലം ഈ മാറ്റർ ഇവിടെ നിർത്താം. ഡോക്ടർ സുനിതയോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എന്റെ ക്യാബിനിലേക്ക് വരും. ചെന്ന് കേട്ടിട്ട് വാ. സർ, ഇരിക്കെ.